+2ന്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് അബ്രോഡ് പഠിക്കണം എന്നുള്ളൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ട് ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത സ്റ്റുഡൻസിനോട് ഒരു 3-4 കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ജോർജിയ, അൽബേനിയ, ഷെങ്കൻ കൺട്രീസ്, എസ്പെഷ്യലി ലിത്വേനിയ പോലത്തെ കൺട്രീസിലാണ് എല്ലാവരും അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നത്. ജോർജിയയിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. പെട്ടെന്ന് നമുക്ക് അഡ്മിഷൻ കിട്ടും, പെട്ടെന്ന് തന്നെ നമുക്ക് വിസ കിട്ടും. റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ ജോർജിയയിൽ നഴ്സിംഗ് പഠിച്ചാൽ നമുക്ക് ഷെങ്കൻ കൺട്രികളിൽ പോകാൻ പറ്റില്ല. ഇനി അൽബേനിയ ആണെങ്കിൽ, അൽബേനിയ ഇതുവരെ സ്റ്റിൽ EU മെമ്പർ അല്ല. മാത്രമല്ല അൽബേനിയയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പോഴും കൺഫേംഡ് അല്ല, അതായത് ഒരു പാത്വേ ഇപ്പോഴും ക്ലിയർ അല്ല. ഇനി ഷെങ്കൻ കൺട്രീസ്, എസ്പെഷ്യലി ലിത്വേനിയ ആണെങ്കിൽ ഓൾറെഡി EU മെമ്പറാണ്. 29 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും, പഠിച്ചു കഴിഞ്ഞിട്ട് പോകാനും പറ്റും, വാലിഡാണ്. മാത്രമല്ല പാർട്ട് ടൈം വർക്കിനുള്ള ഓപ്ഷൻസും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജോർജിയയും അൽബേനിയ ആണെങ്കിൽ നമുക്കൊരു ഡിഗ്രി കിട്ടും. പക്ഷേ ലിത്വേനിയ അല്ലെങ്കിൽ EU കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചർ പ്ലാൻ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഉണ്ട്, ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കൺട്രീസ് എല്ലാം മോശമാണ് എന്നുള്ളതല്ല. ഓരോ കൺട്രീസിനും അതിൻ്റെതായ ലീഗൽ റിക്വയർമെന്റ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന നമ്മുടെ റിക്വയർമെന്റ്സിന്, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇതെല്ലാം വ്യത്യസ്തമാവും എന്നുള്ളതാണ് സത്യാവസ്ഥ. സോ റൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂടെ വൈഡായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു ഒറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് നഴ്സിംഗ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് വരുന്നതായിരിക്കും.